ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ക്യാരറ്റ് ബേസ്ഡ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എഗ്ലെസ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നമുക്കൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഷുഗർ ക്യാരമലൈസ് ചെയ്താണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫ്രൂട്ട് കേക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാനത്. 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കളർ മാറി വന്നു കഴിയുമ്പോഴത്തേക്കിന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താണിത്. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് അരിച്ചിട്ട് കൊടുക്കാം. ഇത് മൊത്തം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ക്യാരറ്റും ഡേറ്റ്സും ആണ്. ക്യാരറ്റ് ഞാനൊരു 1/2 കപ്പും ഡേറ്റ്സ് ഒരു 1/4 കപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് മൈദ വിതറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പം ഈ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ താഴോട്ടായി പോവാതെ എല്ലായിടത്തും ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനൊരു പാത്രത്തിൽ അല്പം ഓയിൽ തൂത്ത് കൊടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ അല്പം വിതറി കൊടുത്തിട്ട് എല്ലായിടത്തും ആയിരുന്നു സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. സ്റ്റൗ ഓണാക്കിയിട്ട് അതിലോട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കേക്ക് മിക്സ് ഇറക്കി വെച്ചിട്ട് ഇതൊരു 40-45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്കിംഗ് ടൈം 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. എനിക്കിവിടെ 45 മിനിറ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. എല്ലാവരും കഴിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഞങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. എല്ലാവരും കഴിച്ചു നോക്കണം. പിന്നെ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് കേട്ടോ.